നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ കടുക്കാംകുന്നത്തെ ട്യൂഷൻ ടീച്ചർ അമ്മു ടീച്ചറെ പരിചയപ്പെടുത്തുകയാണ്. പ്രകൃതി സ്നേഹി, പുഴ സ്നേഹി മാത്രമല്ല, അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ധീരവനിത. ഈ ടീച്ചർ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കടുക്കാംകുന്നം നിലമ്പതി പാലത്തിൽ പാലക്കാട് ടൗണിൽ നിന്നും വന്ന കാറിൽ വന്ന ദമ്പതികൾ കേടുവന്ന കിടക്കകൾ വലിച്ചെറിയുന്നത് കണ്ട് തടഞ്ഞു നിർത്തി അധികൃതരെ അറിയിച്ച ധീരവനിത. ഈ ബെഡ് കൊണ്ടുവന്ന് ഇടുന്നത് ടീച്ചർ എങ്ങനെയാണ് അത് കണ്ടത്? ഞങ്ങള് രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ട് ഹസ്ബൻഡും കുട്ടിയും കൂടിയിട്ട് ഞങ്ങൾ പാലക്കാട് പോവായിരുന്നു. പോണ സമയത്ത് നമ്മള് നിലമ്പതി പാലത്തിൽ വെച്ചിട്ട് ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് ഞങ്ങള് കടന്നു പോവുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ഉള്ളില് ഡിക്കി തുറന്ന് ബെഡ് അവര് എടുക്കുന്നതായിട്ട് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, അവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, ബെഡ് എടുക്കണു, ഇതിന്റെ അർത്ഥം ഇനിയിപ്പോ ബെഡ് പുഴയിലേക്ക് ഇടാനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ശരി, എന്തായാലും നമുക്കൊന്ന് കൺഫേം അങ്ങനെയാണോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വരികയും ഞങ്ങൾ ആ കാറിന്റെ അടുത്തേക്ക് എന്താ അവർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്തപ്പോഴാണ് ബെഡ് അവർ പുഴയിലോട്ട് ഇടുന്നത് ഞങ്ങൾ കണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാ ചോദിച്ച് അവിടെ പോയിട്ട്, സാർ ഇത് എന്താ ചെയ്യുന്നത്, നല്ലൊരു പുഴയല്ലേ, അതിൽ ഇത്രയും വലിയൊരു വേസ്റ്റ് ആയ ബെഡിനെ കൊണ്ട് ഇടാവോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു വാക്ക്, സർ മാം, ഇനി ഞങ്ങൾ അവതരിപ്പിക്കില്ല, ഞങ്ങൾ ഇനി അത് ഇടില്ല, ഇത് ആവർത്തിക്കില്ല എന്നൊരു വാക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഓക്കെയാണ്, ഇനി ആവർത്തിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആയിരിക്കണം ചിലപ്പോ തുടർന്ന് അവർ ചെയ്തത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നത്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇനി ആവർത്തിക്കില്ല എന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഈ ചെയ്തത് തെറ്റല്ലേ, അപ്പൊ അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെയ്യണ്ടേ എന്നിപ്പോ ഇനി ഇടില്ല എന്ന് പറഞ്ഞ് അവർ വേഗത്തിൽ വണ്ടി എടുക്കാൻ പോവാനും യാത്ര തുടരാനാണ് അവർ നോക്കിയത്. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നി ഞങ്ങൾ വണ്ടി തടയുകയും പോലീസിനെ വേഗത്തിൽ ഇൻഫോം ചെയ്യുകയും ചെയ്തത്. ഈ ബെഡ് എന്ന് പറയുന്നത് മൂത്രമൊഴിച്ചിട്ടോ വേസ്റ്റ് എങ്ങനെ ആണ് എന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. എന്തായാലും നല്ലൊരു ബെഡ് അവരാരും നമ്മൾ പുഴയിൽ കൊണ്ടിടത്തില്ല. അതായിരിക്കാം, മരിച്ചിട്ടുണ്ടാവാം, ഇനി വേറെ വല്ല കാര്യങ്ങളുണ്ടോ, കാരണം ഇന്നത്തെ ലോകത്ത് എന്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് തടയാനും ഇതൊന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാനും ഹസ്ബൻഡും ചെയ്തത്. പോലീസ് വന്നു, അതിന്റെ ഇടയിൽ തന്നെ നാട്ടുകാർ കൂടി, പിന്നെ അത് ഒരുപാട് വഴക്കിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു പേടി വന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇങ്ങനൊരു മാലിന്യം ആരും പുഴകളിൽ കൊണ്ടുപോയി തള്ളരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നല്ലതിന് ഫോർവേഡ് ചെയ്തില്ലെങ്കിലും തെറ്റായ ഒരു കാര്യം ഫോർവേഡ് ചെയ്യരുത്. ആ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് നമ്മൾ തന്നെ നമ്മളെ പുഴയെ നശിപ്പിക്കുന്ന പോലെ ആവുമല്ലോ. അതിനുവേണ്ടി ഞാൻ എടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു ഇത്. പഞ്ചായത്ത് അധികൃതരെ അഭിനന്ദിച്ചു അല്ലെ? അനുമോദനം. അതെ, യാദൃശ്ചികമായിട്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ എത്തുകയും ഇതെല്ലാം കാണാനിടയായത്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ഇടപെട്ടു. എന്റെ ആവശ്യമായ 2 കാര്യങ്ങൾ അവർ നിറവേറ്റി തന്നു. ഒന്ന്, ആ ബെഡ് അവിടെ നിന്ന് എടുത്തു. 2, മാലിന്യങ്ങൾ അവിടെ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ പിഴ 20,000 to 25,000 രൂപ വരെ ഈടാക്കും. അതൊരു വെറും വാക്കല്ല, ഇത് ശരിക്കും ഉള്ളതാണ്, അത് നിയമ നടപടികളിൽ വരുന്നതാണ്. അവരത് ചെയ്തിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകര് പല രൂപത്തിലും നമുക്ക് അതിനെ ഒതുക്കി തീർക്കാം എന്നൊരു വ്യാജേന വാക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ശ്രീജിത്ത് സാറ് ഇത് കൃത്യമായിട്ട് ചെയ്തതും, അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് വേണ്ട നടപടികൾ എടുക്കുകയും പോലീസ് വണ്ടി സീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അതും എല്ലാം ശരിക്കും മാതൃകയായ കാര്യങ്ങൾ തന്നെയാണ്. അവരവരുടെ കടമ വൃത്തിയായിട്ട് നിർവഹിച്ചു. അപ്പോ മാഡം സംശയം തോന്നിയിട്ട് പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന മക്കളെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോവുക ചെയ്തല്ലേ? അതെ, മക്കളെ അവിടെ നിർത്തി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അതിന് ശേഷമാണ് എല്ലാം ക്ലിയർ ആക്കിയ ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത്. പാതിരവന് പാരിതോഷികം കിട്ടിയത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അത്
ഈ നല്ലൊരു കാര്യമാണ് ചെയ്തതെങ്കിലും അതിനൊരു പാരിതോഷികം മേടിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. അതെന്റെ പേഴ്സണൽ യൂസിന് ആ റിവാർഡ് ഉപയോഗിക്കാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് തിരിച്ചു കൊടുത്തത്. പഞ്ചായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചോട്ടെ എന്നും കൂടി വിചാരിച്ചു. അത് ഹരിതകർമ്മസേനയ്ക്ക് അത് പ്രവർത്തനത്തിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ, ഞാനും അത് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് തന്നെയല്ലേ അത് കൊടുക്കേണ്ടത്. അതെ, കാരണം അവരാണല്ലോ എത്ര വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ വൃത്തിയാക്കി ഇന്ന് നമ്മൾക്ക് എല്ലാ രീതിയിലും നല്ല കാര്യങ്ങൾ മുന്നോട്ട് അവര് ചെയ്യുന്നത് അവരാണല്ലോ. അവർക്ക് തന്നെയാണ് അത് കിട്ടേണ്ടത്. ടീച്ചർ നല്ലൊരു പ്രകൃതി സ്നേഹിയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ പുഴ സംരക്ഷണ സമിതി, പ്രകൃതി സംരക്ഷണ സമിതി അങ്ങനെ ഏതെങ്കിലും സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ യാത്രകൾ ചെയ്യാനും പ്രകൃതിയെ നല്ല രീതിയിൽ ആസ്വദിക്കാനും എനിക്കിഷ്ടമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. കാരണം പുഴ നമ്മുടെ അഭിമാനമാണ്. ഈ പുഴയെ നശിപ്പിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്തത്. ഞാൻ തന്നെ അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കിത് പാഷനാണ്. സത്യം പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു പാഷനാണ്. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ജോബും കളഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് തിരിഞ്ഞത്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ട്യൂഷൻ ഇല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി. ട്യൂഷനാണ് ജീവിതം, ട്യൂഷനാണ് ജീവൻ, ജീവിതമല്ല ജീവൻ. എന്ത് കാര്യം ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. ട്യൂഷൻ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ പോയി. എത്ര കുട്ടികളുണ്ട്? 100-ൽ കൂടുതലുണ്ട്. എത്ര ബാച്ചായിട്ട് എടുക്കുന്നുണ്ട്? 4 ബാച്ചായിട്ട്. 4 ബാച്ച്. കാലത്ത് 2 വൈകിട്ട് 2. അപ്പോൾ വീട്ടിലത്തെ ജോലികളും അതിനോടൊപ്പം തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു. അമ്മയുണ്ട്, അനിയനുണ്ട് കൂടെ. അനിയൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ട്യൂഷന് കയറുന്നുണ്ട്. പിന്നെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഹസ്ബൻഡും കയറും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ട്യൂഷൻ നല്ല ഈ പ്രദേശത്ത് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് ആവുന്ന രീതിയിൽ. കാരണം ബുക്കിലെ വിദ്യാഭ്യാസത്തിലുപരി ഒരു നല്ല മനുഷ്യരാവുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമുക്കുണ്ട്. പുസ്തകത്തിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളും കൂടി പഠിക്കുന്നുണ്ട്. പഴയ ഗുരുകുല സമ്പ്രദായം. അതെ, ഞാൻ കൂടുതലായിട്ടും അത് ഓറിയന്റഡ് ആയിട്ട്. കാരണം ഇതൊക്കെ 10th വരെയൊക്കെ നമുക്ക് ബേസിക് ആണ്, ലൈഫിന്റെ ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പക്ഷെ അതിലുപരി നമ്മൾ അതിനെ കാണേണ്ട കാഴ്ചപ്പാടും നമ്മൾ അതിൻ്റെ ജീവിതത്തിൽ നമുക്ക് അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മക്കളെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെ നമ്മളുടെ ഈ കൽപ്പാത്തി പുഴ പേരുകേട്ട പുഴയാണ്. അത് പിന്നീട് ഭാരതപ്പുഴയായിട്ടും പിന്നീട് പൊന്നാനി പുഴയായിട്ടും അതങ്ങനെ ഒഴുകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം. കാരണം ഇങ്ങനെയുള്ള ഒരു പുഴയെ നമ്മൾ നശിപ്പിക്കരുത് എന്നൊരു കാര്യം ജനങ്ങൾക്കൊരു സന്ദേശം കൂടി നൽകുകയാണ് ടീച്ചർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുക, പുഴയെ സംരക്ഷിക്കുക, പുഴയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, അതെ എന്നുള്ളതിന്റെ ഒരു സന്ദേശമാണ് ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ നമ്മള് പുഴയില് നമ്മുടെ പൂജ സാധനങ്ങളോ അതുപോലും നിക്ഷേപിക്കുന്നത് ഒരു പരിധിവരെ നമ്മൾ മാക്സിമം കുറയ്ക്കേണ്ടതാണ്. അതേപോലെ ഇതിന്റെ അധികൃതർ ആരാണോ ഇതിന്റെ ഏറ്റെടുക്കേണ്ടത്, പഞ്ചായത്താണെങ്കിൽ അവരതിനെ നല്ല രീതിയിൽ ഒന്ന് സംരക്ഷിക്കണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് ഇങ്ങനെ വേസ്റ്റ് തള്ളുന്നത് ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്തായാലും ടീച്ചറുടെ ഈ നന്മ പ്രവർത്തിക്ക് ഈ ചാനലിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർ ടീച്ചറോട് പ്രത്യേകം നന്ദിയുള്ളവരായിരിക്കും. നമസ്കാരം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.